ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ആവിൽ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ള ആവിലാണ്. വെള്ള ആവിലിന് പകരം നമ്മുടെ കയ്യിൽ ബ്രൗൺ ആവിലാണെന്നുണ്ടെങ്കിൽ അതായാലും മതിയാവും. അതല്ല, നമ്മുടെ നൈസായിട്ടുള്ള തിന്നായിട്ടുള്ള അവലുണ്ടല്ലോ, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏത് അവലായാലും പ്രശ്നമൊന്നുമില്ല. എന്താ ഈ ഒരു അളവിൽ ഏകദേശം 2 കപ്പോളം അളവിലാണ് അവലെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ കടായിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് സമയമൊന്നും ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമ്മുടെ ഈ ആവിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് കട്ടിയുള്ള അവലാണ്, എന്നാലും തീരെ കട്ടിയുള്ള അവലല്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തിന്നായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വറുത്ത് തന്നെ എടുക്കണം. അപ്പോൾ കുറച്ചധികം ദിവസം നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. അതിൻ്റെ പേരിലാണ് നമ്മൾ നല്ലതുപോലെ ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത്. നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളമായിട്ടുണ്ട്. നല്ലതുപോലെ ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് അവലെടുത്ത് ഇങ്ങനെ കയ്യിലെടുത്ത് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ അതിങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞ് വരുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടാണ് നമ്മുടെ ഈ അവൽ. അപ്പോൾ ഇത് കുറച്ച് സമയം കൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അത്രയും സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ അവലൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. നമ്മളിതാ വെച്ച് കൊടുത്ത എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കപ്പലണ്ടിയും കൂടി. അപ്പോൾ ഈ നിലക്കടല വന്നിട്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമോളം അളവിലാണ് ഇപ്പോൾ കപ്പലണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ കൂടി നമ്മൾ ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. കാരണം കുറച്ചധികം നാൾ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ കപ്പലണ്ടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് സമയമൊന്നും ഇട്ട് നമ്മളിതുപോലെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ വറുത്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ നമ്മുടെ കപ്പലണ്ടി എല്ലാം ഞാനിപ്പോൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആവിലിൻ്റെ കൂടെ ഈ കപ്പലണ്ടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കപ്പലണ്ടി എല്ലാം വറുത്തെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത്ര എണ്ണ ഉണ്ടാവും. അതേ എണ്ണയിലേക്ക് തന്നെ അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് പൊട്ടുകടലയും കൂടി. ഏകദേശം 100 ഗ്രാം അളവിൽ തന്നെയാണ് നമ്മൾ പൊട്ടുകടലയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് പൊട്ടുകടല എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ മിക്സ്ചറിൽ എടുത്തില്ലേ, ആ സെയിം കടല തന്നെയാണ്. അതുകൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് തന്നെ എടുക്കണം. നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് തന്നെ വെച്ചിരിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കാരണം എണ്ണ നല്ല ചൂടായതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി പാടില്ല. ഇതും ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇതിലേക്ക് നമ്മൾ ഈ കടലയൊക്കെ ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് എത്രത്തോളം കൂടുതലും കുറവും വേണം എന്നനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറവ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഏകദേശം ഒരു 30 സെക്കൻഡ് നമ്മുടെ പൊട്ടുകടല ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ അവലിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പൊട്ടുകടലയും വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയിൽ ഏകദേശം 2 ടേബിൾ സ്പൂണോളം എണ്ണ ഞാനിപ്പോൾ ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് മാത്രം എണ്ണ ഇതിൽ മതിയാവും. ഇപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ എണ്ണയുള്ളൂ. ഈ എണ്ണയിലേക്ക് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്.
ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല, മുഴുവൻ മല്ലി തന്നെ ചേർക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി. അപ്പോൾ ഈ വെളുത്തുള്ളി അല്ലിയും ചെറുതായിട്ടൊന്ന് ചതച്ചാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വെളുത്തുള്ളി അല്ലി ചേർക്കുന്നത്. ഇതുപോലെ ഏകദേശം 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് കുറച്ച് പച്ചമുളകും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് ഓരോ പച്ചമുളകും 4ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെന്ന് വെച്ചിട്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ഈ ഒരു രീതിയിൽ ഒരുപാട് സമയത്ത് വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടണം. കാരണം കുറച്ചധികം ദിവസം കേടാകാതെ വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഇതുപോലെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ചെറിയ രീതിയിലൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഇതിലേക്ക് കപ്പലണ്ടി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ ഇതിലേക്ക് മല്ലിയൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്, അത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ആവിലിനും അതുപോലെ തന്നെ കപ്പലണ്ടിക്കും ഒക്കെ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഫൈനലി ഇതിലേക്ക് നമുക്ക് വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കഴിഞ്ഞ് കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഈ കൂട്ടൊന്നും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നതിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ കൂട്ടെല്ലാം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്നതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചത് ചേർക്കേണ്ടത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മധുരം ഇഷ്ടമുള്ളവരായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എരിവും കുറച്ച് മധുരവും ഒക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അവൽ മിക്സ്ചർ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം റേറ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു എയർടൈറ്റ് ബോട്ടിലാക്കി ഏകദേശം ഒരു 3-4 ആഴ്ച വരെ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.